ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ചെമ്മീൻ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചെമ്മീൻ പുട്ട് എന്നോ ബിരിയാണി പുട്ട് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൈഗർ പ്രോൺസ് ആണ്. ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ വരിക. അപ്പോൾ വലുത് കിട്ടുകയാണെങ്കിൽ വലുതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വലുതാകുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കുക. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് മൂന്ന് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രൈ ആക്കിയാൽ മതി. നമുക്കിത് ഫ്രൈ ആക്കാണ്ടും ചെയ്യാം. മസാല തേച്ചിട്ട് അതൊരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം നമുക്ക് പുട്ടിനുള്ള മാവ് ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പുട്ടിന് മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുക. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാവർക്കും ആവണ പോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 500 ഗ്രാമിന് 2 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും. കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവും കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഈ നെയ്യ് എല്ലായിടത്തും ആവണ പോലെ കൈ വെച്ചിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇളം ചൂടുള്ള വെള്ളം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് പറയാമെന്ന് പറയുമ്പോൾ കറക്റ്റ് അളവ് ഇല്ല കേട്ടോ. കാരണം ഓരോ മാവും വ്യത്യാസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ പൊടിക്ക് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ കാണുമ്പം തോന്നും വെള്ളം അധികമായിട്ട് തോന്നും കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നും വെള്ളം അധികമാണെന്ന്. പക്ഷേ മാവ് സെറ്റായി വരുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് മാവ് ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ 3 അത്യാവശ്യം വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. അപ്പോൾ ഇത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്ക് മസാല ആക്കുന്ന പോലെ തന്നെയാണ് ആക്കിയെടുക്കുക. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അതൊന്ന് ഈ ഒരു സമയത്ത് ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പം എല്ലാം കൂടി ഒപ്പിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത്. അങ്ങനെ നല്ലോണം ഫ്രൈ ആയി വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കളറൊന്ന് മാറിയാൽ മതി. അല്ലാണ്ട് നല്ലോണം ഫ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒപ്പിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതുപോലെ ആയി എന്ന് പറഞ്ഞാൽ എടുക്കാം കേട്ടോ. ഇനി ആ സെയിം ഓയിലിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഫ്രൈ ആക്കിയ സെയിം ഓയിലിൽ തന്നെ മസാല ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ. നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഉള്ളി നല്ലോണം വാടി വരണം കേട്ടോ. ഉള്ളി നല്ലോണം വാടി വന്ന ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
കൂടെ തന്നെ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ 3 ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ വലുതായതുകൊണ്ടാണ് 2 എടുത്തത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബിരിയാണി മസാലേൻ്റെ ഒരു മണം വരും. ഇനിയിപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞ് കുക്കായി വരണം. മസാല ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലുതായതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അത് ഈ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ മസാലയിൽ ചെമ്മീനൊക്കെ കുറച്ച് അധികമാണ് കേട്ടോ. അധികം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് ചെമ്മീനാണെന്ന് പറയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യുക, പക്ഷേ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് നല്ല ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ചെമ്മീൻ കഴിക്കില്ല എന്നുള്ളവർ മാത്രം ചിക്കൻ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 3/4 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഈ 4 പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കണ്ട, എരിവ് കൂടുതലാവും. കാരണം നമ്മൾ പച്ചമുളക് അരച്ചിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. പിന്നെ ബിരിയാണി മസാലയിൽ മുളക് പൊടി നമ്മൾ അധികം ചേർത്താറില്ലല്ലോ, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മസാല പരുവം ആവണ വരെ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് മസാല നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ് ഇട്ടത്. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തത് കറക്റ്റായിരുന്നു, ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആയിന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നനച്ച് വെച്ച മാവ് ഈ ഒരു സമയത്ത് റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടാവും. ഇനി കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവിൻ്റെ നനവ് കറക്റ്റായിട്ടുണ്ടാവും. ഇനിയിപ്പം ഇത് പുട്ടും കുറ്റിയിലൊന്ന് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ ഇഷ്ടമുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുത്ത ശേഷം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിയും മസാലയ്ക്ക് എത്ര ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 3 ലെയർ വേണമെങ്കിൽ 3 ലെയറായിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ലാസ്റ്റായിട്ട് മുകളിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ മസാല ചേർത്തുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആവി വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആവിയൊക്കെ നല്ലോണം വന്നോളും. അപ്പോൾ ഇതവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സമയം പുട്ടിന് നല്ല ടേസ്റ്റിയാണ്. മാവിൽ എന്തായാലും നെയ്യ് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി എല്ലാവരും എന്തായാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്